ശാസ്ത്രം കുതിക്കുകയാണ്, പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക്. ഓരോ നിമിഷവും എണ്ണമറ്റ കണ്ടുപിടുത്തങ്ങൾ. അവയെല്ലാം മനുഷ്യകുലത്തിന് സഹായകമാവുന്ന രീതിയിലാണ്. എന്നാൽ എല്ലാ കണ്ടുപിടുത്തങ്ങളും അതാതിൻ്റെ ശരിയായ രീതിയിലാണോ മനുഷ്യൻ ഉപയോഗിക്കുന്നത്? ഒരിക്കൽ ഉലകനായകൻ ശ്രീ കമലഹാസൻ ഇതേ സംബന്ധിച്ച് ഒരു ഉദാഹരണം പറയുകയുണ്ടായി. പേന എന്തിനാണ് നാം ഉപയോഗിക്കുന്നത്? എഴുതാൻ, അല്ലേ? പക്ഷെ ചില മനുഷ്യർ ചെവിക്കുള്ളിലെ ചൊറിച്ചിൽ മാറ്റാനുള്ള ഉപകരണമായി പേനയെ കാണാറുണ്ട്. മൊബൈൽ ഫോണുകൾ കണ്ടുപിടിച്ചത് അകലെയുള്ളവരുമായി ആശയവിനിമയം നടത്താനാണ്, തമ്മിൽ കാണാതെ. ഇപ്പോൾ അതും വളർന്നു, തമ്മിൽ കണ്ട് സംസാരിക്കാം. മൊബൈൽ ഫോൺ നമ്മുടെ ജോലിയെ കുറയ്ക്കാനുള്ളതാണ്, അല്ലാതെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ളതല്ല. ഓ, ഇന്നും ഈ മീനും കറിയുള്ളേ. ഇവനൊക്കെ ഇവിടെ ചുമ്മാ ആയിരിക്കില്ല, ഒരു 3-4 കറി ഉണ്ടാക്കി വെച്ചുകൂടെ? ഒരു മിനിറ്റ്, ഒന്നില്ലോ, ഇപ്പൊ വരാം. വാ, വന്നിരിക്കേ, വന്നിരുന്ന് കഴിക്കടാ. കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം. കഴിച്ചോ, ചൊവ്വേ കഴിച്ചോ. രാവിലെ ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് പോവും. ബാക്കിയുള്ളവനെല്ലാം അറിയാവോ എങ്ങനെ ശരിയാക്കിയെന്നും ചോറ് എങ്ങനെ ഉണ്ടാക്കിയെന്നും. കഴിക്ക്. ഓ, നേരം വിളിക്കും. ഇത്ര കിടക്കുന്നതിന് അങ്ങ് നേരം വിളിക്കുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ നേരം സമയം പോകത്തുമില്ല. കുറച്ച് നേരം ഇവിടെ കിടക്കാം. അലാറം ഒന്ന് ഓഫ് ചെയ്യൂ, മനുഷ്യനെ കിടന്ന് ഉറങ്ങണം. മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങടാ, അല്ലെങ്കിൽ തലേ കൂടെ വെള്ളം കോരി ഒഴിക്കും പന്നി. എൻ്റെ സ്വഭാവം കറിയല്ലോ, കൂറയായി കഴിഞ്ഞാൽ വെറും കൂറയായിരിക്കും. ഇനി എല്ലാവർക്കും ഓരോ ഗുഡ് മോർണിംഗ് അയച്ചേക്കാം. ഇനി നമ്മുടെ ഗുഡ് മോർണിംഗ് കിട്ടാണ്ട് ചായ കുടിക്കാണ്ടിരിക്കട്ടെ ആരും. പോട്ടെ. ഓ, 5:50. ഈ തണുപ്പത്തിന് കുളിക്കണം. പല്ലം തേച്ചേക്കാം. കുളിച്ചില്ലെന്ന് ആരറിയാൻ.
നല്ല മണമുണ്ടല്ലോ. നല്ല മണം. ഇത്രയും മണം ഉണ്ടോ ഞാൻ കരുതിയില്ല. എനിക്ക് പോലും സഹിക്കാൻ പറ്റും. പേടിക്കൊന്ന് ഒതുക്കിയേക്കാം. ഒരു വളിക്കുവാൻ എഴുന്നേറ്റ് വെറുതെ അലാറം വെക്കേണ്ട കാര്യമില്ലുണ്ട്. ഒരു വളി അങ്ങോട്ടാ കൂടെ എന്നാ. ഓക്കെ. ഏ 5:55. ഇന്നും ലേറ്റായി. അന്നങ്ങ് ദൂരി പല്ലിയാക്കാം ഇനിയിപ്പം. ഇന്നും ലേറ്റാവും. മിക്കവാറും ഇന്നും അത് എൻ്റെ വയലിൽ കയറിയേക്കേണ്ടത്. വിരിയ. അങ്ങനെ പെട്ടെന്ന് കുളിയും കഴിഞ്ഞ് പല്ലിപ്പും കഴിഞ്ഞു. ഇനിയിപ്പം അങ്ങ് പോവാം. തകടേ. ഉറങ്ങാനുണ്ടല്ലേ. കൊതിയാവുന്നു. ഇവനെ പോലെയൊക്കെ ജനിച്ചാൽ മതിയായിരുന്നു. ഇടാൻ മറന്നു. ഇനിയിപ്പം ആനിവൻ പോകരി കിടക്കട്ടെ. അവിടെ ചെന്നിട്ട് ഇടാൻ സമയം കിട്ടുവാണെങ്കിൽ ഇടാം. ഇട്ടില്ലെങ്കിലും വലിയ കാര്യമൊന്നും ഇല്ല. എന്നാലും ഇരിക്കട്ടെ. ഇനി സോക്സ്. ഇരിക്കട്ടെ പോക്കറ്റ്. അവിടെ ചെന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഇടാം. ഷട്ടിയിട്ടില്ല. എന്നിട്ടാ ഇനി സോക്സ് ഇടാൻ പോകുന്നത്. ലൈറ്റ് ഉറങ്ങുന്നെങ്കിലും കിടന്ന് ഉറങ്ങട്ടെ. പോകട്ടെ. സമയം 11:30 സമയം പോകുന്നൊരു പോക്കേ. രാത്രി മൊബൈലിൽ സിനിമ കണ്ടോണ്ടിരുന്ന് സമയവും പോയി. കിടക്കാനും താമസിച്ച്. എഴുന്നേക്കാനും പറ്റിയില്ല. ഇനി എഴുന്നേറ്റ് ചോറും കറിയൊക്കെ വെക്കണമല്ലോ. എന്തായാലും എഴുന്നേറ്റ് പല്ലെങ്കിലും തേക്കാം.
ഓരത്തമ്മനൊക്കെ കാള പോലെ വളർന്ന്, എന്നിട്ടും വെള്ളം ഒഴിക്കാനും അറിയത്തില്ല. ഹോ, രാവിലെ എഴുന്നേറ്റ് വെള്ളം ഒഴിക്കത്തില്ല. മനുഷ്യനെ നാണം കെടുത്ത. ഛേ, കളി എന്തായോ എന്തോ നോക്കിയേക്കല്ലേ. They are excited, the Pakistani team. Moin Khan picked up that return and still had a shy at the stumps. Sehwag was almost halfway to the pavilion, pulling up. That's a good shot. Gave it a bit of air on purpose, and Sami can't get there this time. 12:45 ആയുള്ളൂ. ഒരു 10 മിനിറ്റ് ഗെയിം കളിച്ചിട്ട് ചോറ് വെക്കാൻ തുടങ്ങാം. He lets it fly. It's wide of off. It's sort of a back foot drive that by Sachin Tendulkar, not a genuine cut. Lifted cut. It's more vertical back. മറിയല്ല വണ്ടി പോട്ടെ. മുഞ്ചി. ഒരു ഗെയിം കഴിഞ്ഞപ്പോഴത്തേക്ക് 12 ആയോ. അവ ഇപ്പൊ വരികയും ചെയ്യുമല്ലോ. ചോറും വെച്ചില്ലല്ലോ. എന്നാലും ചോറ് വെക്കാൻ തുടങ്ങാം. ആഹാ, മനോഹരമായ കിച്ചൺ, നല്ല കോലം. ഇനി ഈ പാത്രങ്ങളൊക്കെ ആര് കഴുകുമെന്തോ. ദൈവമേ, ഒരു വാഷ് ബേസിൻ കിടക്കുന്നു. ഇനി ആ വാഷ് ബേസിനും കഴുകണം, ചോറും വെക്കണം. ഇങ്ങനെ ഇതൊന്നും കഴിവതാണോ പോയെ? ഒരു കാര്യം ചെയ്യാം, മീനെടുത്ത് പുറത്ത് വെക്കാം. എന്നിട്ട് പെതുക്കെ ചോറിടാം. അപ്പോഴത്തേക്ക് മീനിൻ്റെ ഐസ് പോവുമല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ അരി വാർത്തേക്കാം. വെള്ളം പതിയെ വരുന്നുള്ളൂ. ഫോൺ അടിക്കുന്നുണ്ടോ? അത് വെള്ളം വീഴട്ടെ. വെറുതെ ഫോൺ ആരാ നോക്കിയിട്ട് വരാം. പാടു
ഇതാണെന്തോ ഈ സമയത്ത് വിളിക്കുന്നത്? ഓക്കെ. ഹലോ, ആ എന്നാണ്ടോ ആള്? ഓ ഇവിടെ എന്നാ വിശേഷമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ഒരുത്തൻ രാവിലെ പണിയും തന്നു പോയതാണേ. ഓ ഒന്നും പറയണ്ട, ഇവിടെ മൊത്തം വൃത്തികേടാക്കി. ഞാനാണെ പിന്നെ പോയിട്ട് കഴുകി വാഷ് ബേസിനും അവിടെ ഇവിടെ പാത്രങ്ങളെല്ലാം കഴുകി. എന്നാ കാർക്ക് ഓഫ് ഡ്യൂട്ടിയാന്ന്, ഉച്ചയ്ക്ക് വരും. അപ്പൊ നമ്മൾ ചോറും വെക്കണം. ഞാൻ അങ്ങനെ കഴുകി ഒരു പരിവാക്കി ചോറൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ജോമോന്റെ ലൈൻ പൊട്ടി, നീ അറിഞ്ഞോ? ഓ ഓ അപ്പൊ എന്നെ വിളിച്ച് മെനങ്ങാൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു. നിന്നെ വിളിച്ചില്ലേ? ഓ തന്നെ. ഓ അതെന്തൊക്കെ ഒരു കാര്യം ചെയ്യും, ഞാൻ ആ ചോറ് നോക്കട്ടെ. ചോറ് വാക്കാനിട്ടാ വന്ന്, പിന്നെ വിളിക്കാം. ദൈവമേ, ചോറ് വെള്ളം ഒഴിച്ചിട്ടാ വന്ന. ചോറ് എന്തായോ പോയി നോക്കട്ടെ. ഈശ്വര, വെള്ളം മൊത്തം നിറഞ്ഞു. ദേ ചോറില്ല, വേസ്റ്റ് പോയല്ലോ ദൈവമേ. ഇനി ഈ ചോറ് ഞാൻ രണ്ടാമത് വെക്കേണ്ട വരുമോ? അങ്ങനെയാണ് ഇപ്പൊ വരികയും ചെയ്യും. സമയവും പോയല്ലോ. തൽക്കാലം ഇതങ്ങ് ഊറ്റി കളഞ്ഞിട്ട് അത് വെക്കാം. അപ്പൊ ആരറിയാനാ. ഓ നല്ല വിശപ്പ്. ആ കൂറ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ആയിരിക്കും. ആരും ബെല്ലടിക്കുന്നു, നോക്കിട്ട് വരാം. ആ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഒരു മിനിറ്റ്. ഇത് എവിടെ പോയി കിടക്കുന്നു? ചത്തോ? ആ വരുവാണോ? നിക്ക്. ഇങ്ങനെ നേരത്തെ വന്നോ? ചതിച്ചല്ലോ ദൈവമേ, ചോറും ആയിട്ടില്ലല്ലോ. എന്തോടാ നേരത്തെ വന്ന്? വല്ലതും ഉണ്ടോടേ? പശന്നിട്ട് വയറ് തള്ളക്കി വിളിക്കുന്നടേ. ഓ പിന്നെ ചോറൊക്കെ റെഡിയാ. വാ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡി. ഓക്കെ, നിങ്ങൾ പോയി റെഡി ആയിട്ടോ. ഞാൻ ഇപ്പൊ ചോറൊക്കെ എടുത്ത് വെച്ചുതരാം. വിശക്കുന്നു. ഇനി വയറ്റിലോട്ട് വല്ലതും കൊടുത്തിട്ടാവും മൊബൈലിൽ കളിക്കുന്നത്. കുറച്ചു നേരം എല്ലാവരും വിശ്രമിക്കട്ടെ. ഒരു പണി ഇരിക്കുന്ന പോലെ എല്ലാം എടുത്ത് സെറ്റപ്പാക്കി വെക്കാം. ചോറ് നൂറ്റിയും കൊടുക്കാം. അങ്ങനെ അറിയുന്നില്ലല്ലോ, അതായി പണി നമ്മുടെ കയ്യില്. ഓ ഇത്ര മെസ്സേജ്. പിന്നെ നോക്കാം.
നമ്മളൊരു വിധം ചോറുണ്ടാക്കി വെച്ച്. ആർക്കറിയാം നമ്മളും വരുമ്പോ ഇതുപോലെയൊക്കെയാണോ ഉണ്ടാക്കി വെക്കുന്നതെന്ന്. ദൈവമേ, നന്നായിരിക്കും.